ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ഹൗസാണ്. നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ക്രിസ്മസിൻ്റെ റെത്ത് ചെയ്തു, അതേപോലെ ട്രീ ചെയ്തു, ഏഞ്ചൽ ചെയ്തു. ഇതൊക്കെ വെക്കണമെങ്കിൽ നമുക്കൊരു ഹൗസ് വേണ്ടേ? ആ ഒരു ഹൗസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ബോക്സാണോ കാർഡ്ബോർഡിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ബോക്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതിൻ്റെ നീളത്തിൽ, ആ ബോക്സിനെ ഇതേപോലെ നീളത്തിൽ വെച്ചിട്ടുണ്ട്. അതായത് ബ്രെഡ്ത്ത് മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹാഫ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. ബ്രെഡ്ത്തിൻ്റെ സെൻറ്റർ, ബ്രെഡ്ത്തിൻ്റെ നീളത്തിൻ്റെ നേരെ പകുതിയാക്കി എടുത്തിട്ട് അവിടെ ഞാൻ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഈ രണ്ട് സൈഡത്തെയും ലെങ്ത്തിൽ നിന്ന് ഒരു 7 സെൻറ്റിമീറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബോക്സിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഞാൻ 7 സെൻറ്റിമീറ്റർ പറഞ്ഞത്. നിങ്ങളുടെ ബോക്സിൻ്റെ വലുപ്പം ഏതാണോ, നിങ്ങൾ ചിലപ്പം വലിയ ബോക്സോ ചിലപ്പോൾ ചെറുതൊക്കെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾ ഇതൊക്കെ മാറ്റിക്കോളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേ ലെങ്ത്തും മറ്റേ സൈഡിലും ഞാൻ 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ ആ ഒരു ബ്രെഡ്ത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ആ ഒരു ഹൗസിൻ്റെ മേൽക്കൂരയൊക്കെ വെക്കുന്ന ഭാഗം ഉണ്ടാവില്ലേ, ആ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ ആ ഒരു ബോക്സിൻ്റെ ബാക്ക് സൈഡിലും അതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ആ രണ്ട് സൈഡിലും നമ്മൾ വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ വരച്ചിട്ട് ഒന്ന് വരാം. അപ്പോൾ അത് ഞാൻ എല്ലാം വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. നമ്മുടെ വീടിൻ്റെ ഷേപ്പിലേക്ക് നമുക്കിതിനെ വരുത്തണം. അപ്പോൾ ഞാനിവിടെ പേപ്പർ കട്ടർ വെച്ചിട്ടാണ് മുറിക്കുന്നത്. നിങ്ങൾ സിസേഴ്സ് വെച്ചിട്ടോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമ്മൾ വരച്ച അതിൻ്റെ അതിലൂടെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പം നമുക്കിത് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സൊക്കെ കിട്ടുക. അപ്പോൾ ചില ബോക്സൊക്കെ ഇങ്ങനെ ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, രണ്ട് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോക്സ് ആയിരിക്കും. അങ്ങനത്തെ ആകുമ്പോൾ നമ്മൾ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇളകി വരും, ഇതേപോലെ ഇളകി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അവിടെ സെലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വേറെ പശയൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ളത്. എൻ്റെ അടുത്ത് ആകെ വൈറ്റ് ഗ്ലൂ ഉള്ളൂ, അതുകൊണ്ടാണ് സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഉൾഭാഗത്തും അതേപോലെ പുറം ഭാഗത്തും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ നന്നായിട്ടൊന്ന് കാർഡ്ബോർഡ് ബോക്സ് ഇളക്കി പോകാത്ത രീതിയിൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ എല്ലാം ഒട്ടിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേൽക്കൂരയാണ് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൻ്റെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിൻ്റെ വീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴോട്ടേക്ക് കുറച്ചൊന്നിങ്ങനെ നീളത്തിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മേൽക്കൂര കുറച്ച് താഴ്ന്ന് നിൽക്കുന്ന പോലെ. അപ്പോൾ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ബോക്സിൻ്റെ ആ ഒരു വീതിയിൽ 2 പീസുകൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് കട്ട് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ കുറച്ചും കൂടെ നീളം ഉണ്ടായിരുന്നു, അതൊക്കെ ഷേപ്പൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോക്സിന് പെയിൻറ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. റെഡിന് കൊടുക്കണം എന്നില്ല, ഞാൻ പിന്നെ ഒരു ക്രിസ്മസിൻ്റെ ഇതായതുകൊണ്ട് റെഡ് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ബ്രഷ് വെച്ചിട്ട്, ഇതെൻ്റെ ബ്രഷ് അല്ല കേട്ടോ, എൻ്റെ ബ്രഷ് പെട്ടെന്ന് നോക്കിയപ്പോൾ കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു നെയിൽ പോളിഷിൻ്റെ സാധനം വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തത്. ഇത് നെയിൽ പോളിഷ് തീർന്നിട്ടുള്ള ആ ഒരു ബ്രഷാണിത്. അപ്പോൾ എന്തായാലും ഒരു ബ്രഷ് തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതെടുത്തുന്നേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് കുറേ സമയം എടുക്കും, അതേപോലെ കുറേ പെയിൻറ്റും വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പോഞ്ച് വെച്ചിട്ടായിരുന്നു കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. അതേപോലെ 2 കോട്ട് അടിക്കേണ്ടി വന്നു. ഒരു കോട്ട് നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ നോക്കുമ്പോൾ കുറേ എഴുത്തൊക്കെ കാണാം, അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. 2 കോട്ട് അടിച്ചിട്ടും കാണുന്നുണ്ട്. പിന്നെ പെയിൻറ്റിങ് വെറുതെ അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ 2 കോട്ടിൽ അങ്ങ് നിർത്തിയതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് വരാം.
അപ്പോൾ ഇതേ നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് 2 കോട്ടും അടിച്ചു, എന്നിട്ടൊക്കെ ഉണങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൂഫ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റൂഫ് നേരത്തെ ലെവലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഒട്ടിക്കേ വേണ്ടൂ. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ സെലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫെവി ബോണ്ട് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒട്ടിച്ചിട്ടുണ്ട്. സെലോ ടേപ്പൊക്കെ കാണാം, പക്ഷെ അതൊന്നും പ്രശ്നമല്ല. നമ്മൾ പഞ്ഞിയാണ് ഇനി ഒട്ടിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്രിസ്മസിൻ്റെ ആയതുകൊണ്ട് തന്നെ സ്നോ ഇല്ലാതെ പറ്റില്ല. സോ നമ്മൾ സ്നോ ആക്കി ഒട്ടിക്കുന്നുണ്ട്. സ്നോക്ക് പകരം നമ്മൾ എടുക്കുന്നത് പഞ്ഞിയാണ്. അപ്പോൾ ഞാൻ ആ റൂഫിൻ്റെ മുകളിൽ നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് വിരൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പഞ്ഞി ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റൂഫ് മൊത്തമായിട്ടും ഈ ഒരു പഞ്ഞി ഒട്ടിച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് വരാം. അപ്പോൾ അതേ നമ്മുടെ റൂഫ് മൊത്തം പഞ്ഞിയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ കാണാനും തൊടാനും ഒക്കെ നല്ല രസമാണ്. ഇനി നമുക്ക് നമ്മുടെ വീടിന് ഡോറും അതേപോലെ ജനലും അതൊക്കെ വെക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡോറിൻ്റെയും ജനലിൻ്റെയും ഒക്കെ ഷേപ്പിൽ ബ്ലാക്ക് കളർ പേപ്പറിന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പീസുകൾ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഡോറ് ഈ ഒരു ഷേപ്പിലാണ്, ആ ഒരു വലുതായിട്ടുള്ള ആ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ജനലും. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒട്ടിക്കാം. അപ്പോൾ അതേ നമ്മൾ ഡോറും ജനലും ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ ഒരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് എടുക്കാം. അതായത് നമ്മുടെ വീട് നമ്മൾ വെറുതെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പം നമ്മളതിങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ഒരു നല്ല സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബേസിൽ നമുക്ക് സ്നോ ഒട്ടിക്കണം. നമ്മൾ നേരത്തെ പഞ്ഞി റൂഫിൽ ഒട്ടിച്ചതുപോലെ തന്നെ ഈ ഒരു ബേസിലും നമുക്ക് ഫുള്ളായിട്ടും സ്നോ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചും കൂടെ പഞ്ഞി ബാക്കിയുണ്ട്. ആ ഒരു പഞ്ഞി മൊത്തമായിട്ടും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാനിതിൽ യൂസ് ചെയ്തത് ആ പഞ്ഞി ഫുള്ളായിട്ട് ബേസിൽ കവർ ചെയ്തു. അതുപോലെ വീടിൻ്റെ ഡോറിൻ്റെ മുൻഭാഗത്ത് കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ്, അതായത് നമ്മുടെ ബ്രഷൊക്കെ ഉണ്ടാവുമല്ലോ, ടൂത്ത് ബ്രഷ്, അങ്ങനത്തെ ഒരു നല്ല കട്ടിയുള്ള ഇതൊക്കെയുള്ള ബ്രഷ്, ആ ബ്രഷൊക്കെ ഇങ്ങനെ മുറിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ അത് നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കിട്ടും. ഈ ഒരു സ്പ്രിങ്കിൾസ് പോലത്തെ കിട്ടും. അപ്പോൾ പല കളറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വിതറി കൊടുത്തത് അവിടെ. അതേപോലെ അതിൻ്റെ കൂടെ ഞാനൊരു ക്രിസ്മസ് ട്രീയും ഒക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ആ ഒരു വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ക്രിസ്മസ് ട്രീ ആണിത്. അപ്പോൾ അതും ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് പോയിട്ട് ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെയാണ് വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.